ബാംഗ്ലൂരുവിലെ ആഡംബര ഓഫീസിനുള്ളിൽ CJ റോയ് എന്ന ബിസിനസ് ഇതിഹാസം അവസാനമായി വലിച്ച നിശബ്ദമായ വെടിയുണ്ടയ്ക്ക് പിന്നിൽ സിനിമയെ വെല്ലുന്ന ദുരൂഹതകളുണ്ട്. IT റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ പുറത്തു നിൽക്കെ ഒരു ശബ്ദം പോലും പുറത്തു വരാതെ റോയ് എങ്ങനെ മരണത്തിന് കീഴടങ്ങി? ഈ ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണെന്ന് പറയാം. ബെൽജിയത്തിൽ നിന്നുള്ള അത്യാധുനിക ആയുധവും മരണത്തിന് തൊട്ടു മുൻപുള്ള സൈക്യാട്രിക് സന്ദേശവും അതുപോലെ തന്നെ വിരൽ ചൂണ്ടുന്നത് ആത്മഹത്യ എന്ന സൂചനയിലേക്ക് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഓരോ തവണയും CJ റോയിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എൻ്റെ ജീവിതം ഒരു ആഘോഷമാണ്, എൻ്റെ ജീവിതം ഒരു എൻ്റർടൈനറാണ്, ഇത്തരത്തിൽ വീഡിയോകളിൽ വന്ന് പറഞ്ഞിരുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ മരണത്തിലേക്ക് എടുത്തു ചാടുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. ഒരു നിമിഷത്തെ ചിന്ത, അത് പാളിപ്പോയാൽ മനുഷ്യൻ്റെ മനസ്സാണ് അത് എന്തിലേക്കും വീഴുമെന്നുള്ളതിന് വളരെയധികം തന്നെ ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. റോയിയുടെ മരണത്തിൽ ഏറ്റവും വലിയ ദുരൂഹത അദ്ദേഹം ഉപയോഗിച്ച തോക്ക് തന്നെയായിരുന്നു. റെയ്ഡ് നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉണ്ടായിട്ടും ആരും വെടിയൊച്ച കേട്ടില്ല. ഇതിന്റെ രഹസ്യം തേടിയ പോലീസിന് മുന്നിലെത്തിയത് ബെൽജിയത്തിൽ നിർമ്മിച്ച 6.35 ഓട്ടോമാറ്റിക് പോക്കറ്റ് പിസ്റ്റലിനെയാണ്. അത്യാധുനിക ഈ തോക്കിന്റെ പ്രത്യേകത അതിന്റെ സൗണ്ട് ഡാംപനിങ് ശേഷിയാണ്. സാധാരണ തോക്കുകളെ അപേക്ഷിച്ച് വളരെ കുറച്ച് ശബ്ദം മാത്രം പുറപ്പെടുവിക്കുന്ന ഈ കുഞ്ഞൻ പിസ്റ്റൽ ഉപയോഗിച്ചതിനാലാണ് വെടിയേറ്റിട്ടും ഏകദേശം 12 മിനിറ്റോളം പുറത്തുള്ളവർ വിവരം അറിയുന്നത്. ഇത്രയും അപകടകാരിയായ ആയുധം റോയ് കൈവശം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണ തോക്കുകളിൽ നിന്ന് വെടിയുതിർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനമോ ശബ്ദമോ പുറത്തു വരാത്ത തരത്തിലാണ് ഈ പോക്കറ്റ് പിസ്റ്റൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബെൽജിയം നിർമ്മിത തോക്കുകൾ പരീക്ഷിക്കപ്പെടുന്ന സൗണ്ട് സ്റ്റാമ്പിംഗ് അതുപോലെ സൗണ്ട് ഡാംപനിങ് സാങ്കേതിക വിദ്യ സംവിധാനം വെടിയുണ്ട കുതിച്ചു പായുമ്പോൾ ഉണ്ടാകുന്ന വാതകമർദ്ദത്തെ തോക്കിനുള്ളിൽ തന്നെ ക്രമീകരിക്കുന്നു. ഇതുമൂലം ഠോ എന്ന വലിയ ശബ്ദത്തിന് പകരം വളരെ ചെറിയൊരു ക്ലിക്ക് ശബ്ദം മാത്രമേ കേൾക്കൂ. ഇതുകൊണ്ടാണ് IT ഉദ്യോഗസ്ഥർ തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിട്ടും വിവരമറിയാത്തത് എന്ന് അറിയുന്നു. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ തവണയും പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ കൂടുതലും എല്ലാവരെയും ഞെട്ടിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞേ മതിയാകൂ. കാരണം 6.35 ഓട്ടോമാറ്റിക് പോക്കറ്റ് പിസ്റ്റൽ വളരെയധികം തന്നെ ഇത്രയും അധികം പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിയ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. വിദഗ്ധ ചികിത്സ തേടിയിട്ടും 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം കടുങ്കയിലേക്ക് നീങ്ങിയത് എങ്ങനെയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. റോയുടെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത ഡയറി കുറിപ്പുകൾ ചില പ്രമുഖരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്നുകൂടി കൃത്യമായി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ വിരൽ ചൂണ്ടുന്നത് വളരെയധികം നിരാശയിലേക്കാണ്. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് കുടുംബമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അതിജീവിച്ച് അദ്ദേഹത്തിന് മുൻപോട്ട് പോകാൻ പറ്റുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിനെ ഇപ്പോൾ വളരെയധികം തന്നെ സ്നേഹിച്ചിരുന്നവർക്കാണ് ഇത്രയേറെ വിഷമമെന്ന് പറയണം. അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമെന്നുകൂടി വിശ്വസിക്കുമ്പോഴാണ് പ്രയാസം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.